ഇന്ന് നമ്മളെവിടെ പോണേ? നമ്മളിന്ന് ഫസ്റ്റ് സാലാർജംഗ് മ്യൂസിയം, പിന്നെ ചാർമിനാർ. ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് എത്തിയിട്ട് ഇന്നലെ വന്നപ്പോൾ ക്ലോസ് ചെയ്തു, ഇന്നും ഓപ്പണാണ്. വന്ന് കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കിയോസ്ക് കാണാം കേട്ടോ. അതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പല തീമിൽ വരുന്നുണ്ട്. ഞങ്ങളൊരു ഫാമിലി ഫോട്ടോയും പിന്നെ ഇപ്പോൾ ഒരു നരേന്ദ്രമോദിൻ്റെ കൂടെയുള്ള ഒരു പിക്ക് കൊടുത്തിട്ടോ. ഇവിടെ ടിക്കറ്റ് 50 രൂപ വെച്ചിട്ട് അഡൽസിന്, 20 റുപ്പീസ് വെച്ചിട്ട് കിഡ്സിന്, പിന്നെ ക്യാമറ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഗൈസ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും സാരികളും ഒക്കെയാണ്. ഈ ഒരു മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നിങ്ങൾ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ. കാരണം ഒരുപാട് ഗാലറീസും ഒരുപാട് തിങ്സും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെയിൽഡ് റെബേക്ക പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് സലാർ മ്യൂസിയത്തിലുള്ളൊരു മാർബിൾ ശില്പമാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈമും ഭയങ്കര ലെങ്ത്തും വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പണ്ടത്തെ ആൾക്കാരൊക്കെ മിററിൽ നോക്കിയിട്ടുള്ള ആ മിററിൽ നോക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ലൈക്ക് ഭയങ്കര എന്തോ ഒരു ഗൂസ് ബംസോ സംതിങ് ലൈക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. എനിക്കിൻ്റെ മേലൊക്കെ ഒരു രോമാഞ്ചം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെസ്റ്റേൺ ഫർണിച്ചർ ഗാലറിയാണ് കേട്ടോ. ഹൈക്കോട്ടെ അതെന്തോ ഇത് ചാർമിനാർ, അത് ലേക്കിൻ്റെ അവിടുത്തെ ബുദ്ധൻ, പിന്നെ ബിർള മന്ദിർ ഫോർട്ട്. എവിടെ എവിടെ മേക്കപ്പ് ബോക്സ് ഗൈസ്? മേ ബി സിന്ദൂരം മാത്രം ഇടാനായിരിക്കും, അല്ലാണ്ട് ഇതിൽ എന്തൊക്കെ ഉള്ള. ഞങ്ങളിപ്പോഴത്തെ മേക്കപ്പ് ബോക്സ് ഇങ്ങനെയല്ലേ ഗൈസ്? ഇറ്റ്സ് ടു ബിഗ്. ജൂമിക്കല്ലേ ഇഷ്ടം. എന്താ ഇതെന്തറിയോ, ഫലക്നാമ പാലസ് ഹൈദരാബാദായിരുന്നു. മുമ്പത്തെ പ്രൈം മിനിസ്റ്റർ നവാബ് വിക്രുൽ ഉംറ പൈഗ ഫാമിലി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് താജ് ഹോട്ടൽ ആക്കിയിട്ട് ആണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാം പൈസ കൊടുത്താൽ. ഇതിൽ ഒരുപാട് കോയിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് മുതൽ എന്ന് വെച്ചാൽ ചതുരത്തിലുള്ള കോയിൻ വരെ ഞാൻ കണ്ടു ഗൈസ്. അത്രയും കളക്ഷൻസ് ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ വരുന്ന കോയിൻസ് ആണ് കേട്ടോ. മാത്രമല്ല ഇവിടെ ഒരുപാട് ഗാലറി ഉണ്ട്. എല്ലാം കൂടി കവർ ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല, പക്ഷെ പറ്റണ പോലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് പണ്ടുണ്ടായിരുന്നു ഗൈസ്. കണ്ട രാജാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫോട്ടോയൊക്കെ. ഇതായിരുന്നു സാലാർജംഗിൻ്റെ കുട്ടിക്കാലം. സാലാർജംഗിൻ ചൈൽഡ്ഹുഡ്.
ദ വെരി ഫേമസ് ഷാദാബ് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗായ്സ്. ഗൈസ് ഇവിടെ പുതിയൊരു ക്ലീനർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മെനു എടുക്കാ. ഇവിടെ ഒരു തുറക്കലില്ല ഗൈസ്. ഞങ്ങൾ കുറെ പേര് വന്നോണ്ട് ഇവര് ഇവിടെ കയറ്റിയിരുത്തിയതാ. അതെ, ഒറ്റ നോട്ടത്തിൽ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇവിടെ ഫുൾ അൺക്ലീൻ ആണ്. അന്നെ എന്താ ഓർഡർ ചെയ്യണേ? ചിക്കൻ ബിരിയാണി ഗൈസ് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ കാണിക്കേ. റൈബന്റെ വന്നിട്ടുണ്ട്. റൈബൻ റൈബന്റെ വന്നത് ക്യാമറ 32,000 രൂപയാണ്. സൗദിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ക്യാമറ എല്ലാവരും ഫോട്ടോ എടുത്തത്. ക്യാമറ 32,000 രൂപ. കോട്ടിന്ന് നമ്മൾ മലയാളത്തിൽ പറയാം, പക്ഷെ അവര് ഗോലി തള്ളാട്ടത് കാണൂലേ? കുടിക്ക്. എന്ത് ഗ്യാസ് ഗോലിയൊന്നും വായിക്ക് പോവില്ല. കുടിച്ചോ? അതിന് കിട്ടൂല. ഇഷ്ടായ? ഇഷ്ടായ? ഗോലി ഇത് അവിടെ എത്തിക്കണേ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാദാബിലെ തന്നെ സൂപ്പർ ഫേമസ് ഹൈദരാബാദി ബിരിയാണി ഞങ്ങൾ ട്രൈ ആക്കി. ഒരു രക്ഷയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഓട്ടോ എക്സ്പീരിയൻസും ചെയ്തു കേട്ടോ. എന്നിട്ട് നേരെ ചൗമഹല്ല പാലസിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഉപ്പാനും ഉമ്മാനൊക്കെ രാജാവും രാജകുമാരിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. പക്ഷെ നമ്മളെ ഫോട്ടോ ഒന്നും അലൗ ചെയ്യാത്തതുകൊണ്ട് ചെറിയൊരു വീഡിയോ കിട്ടിയുള്ളൂ. അപ്പത്തിനൊരു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫുള്ള് കിട്ടിയില്ല കേട്ടോ. പാലസിനെ പറ്റി പിന്നെ ഞാൻ ഒന്നും പറയണ്ടല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാലസാണ്. പിന്നെ ചൗമഹല്ല പറഞ്ഞ നാല് പാലസ് ചേർന്നതാണ് ഈ ഒരു പാലസ് വരുന്നത്. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. പിന്നെ ഇവിടുത്തെ നമുക്ക് രാജാവിൻ്റെ സിംഹാസനമൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇറ്റ്സ് പ്രെറ്റി കൂൾ പ്ലേസ് ഗൈസ്. ഇവിടെ അതുപോലെ തന്നെ കുറേ പൂക്കി പ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല പിൻട്രസ്റ്റ് ആയിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. നല്ല രസമാണ് ഗൈസ് കണ്ടിരിക്കാൻ. നമ്മൾ ഇമ്മാനെ തൊട്ട് ഇറക്കിയില്ലേ? യെസ്. അപ്പോൾ ഉമ്മ എവിടെ? ഉമ്മ ഫുൾ കണ്ടു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ട്
പിന്നെ ഇവിടെ നല്ല ലക്ഷറി വിൻറ്റേജ് കാറിൻ്റെ ഒക്കെ കളക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. പക്ഷേ ഈ ഗ്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ആ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പാലസിൽ നിന്ന് ഞങ്ങൾ നേരെ ചാർമിനാർക്ക് നടന്നു പോവാണ്. കാരണം നടക്കാനുള്ള ദൂരമുള്ളൂ, പെട്ടെന്ന് എത്താനും പറ്റും. പക്ഷെ ഓട്ടോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ബെറ്റർ നടക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് മുമ്പായിട്ട് എത്താൻ വേണ്ടി സ്പീഡിൽ പോവാണ് ഗൈസ്. 5 മണി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ആവും, ഉള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ പ്ലേസിലെത്തി. എൻ്റെ നല്ല ഭംഗിയുണ്ടല്ലേ, മാഷാ അല്ലാ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഒരു സ്ട്രീറ്റൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. പിന്നെ ചാർമിനാറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാം. ഗൈസ് ഞങ്ങൾക്ക് അങ്ങനെ എൻട്രി അവിടെ നിന്ന് കിട്ടി. പിന്നെ നടക്കണം. അങ്ങനെ ഇന്ത്യയിലെ ഫസ്റ്റത്തെ ഞാൻ കണ്ട മോണ്യുമെൻ്റ് ആണ് കേട്ടോ ചാർമിനാർ. അപ്പോൾ ചാർമിനാറിൻ്റെ ഉള്ളിലേക്കും കൂടെ കയറാനുള്ള ഭാഗ്യം 2 തവണ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 434 വർഷങ്ങൾക്ക് മുൻപ് കുതുബ് ഷാ ആണ് ഈ ഒരു ചാർമിനാർ മേക്ക് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലം തന്നെയാണ്. ചാർമിനാറിന് പുറത്ത് ഒരുപാട് സ്ട്രീറ്റുകൾ വരുന്നുണ്ട്. ഈ സ്ട്രീറ്റിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം. പക്ഷെ നമുക്ക് ബാർഗെയിനിങ് സ്കിൽസ് ഒന്നും ഇവിടെ എടുത്താൽ നടക്കൂല. കാരണം ഇവിടെയൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്, അതിൽ അവർ കുറയ്ക്കുക തന്നെയല്ല. നടന്ന് നമ്മൾ നേരെ പോകുന്നത് മക്ക മസ്ജിദിലേക്കാണ്. ഇവിടെ 2007 ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷം ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മളെ വിടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഷോൾ നിർബന്ധമാണ്. അപ്പോൾ ഷോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിയിട്ട് വരണം. ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഷോൾ നിർബന്ധമാണ് കേട്ടോ. ഈ പ്ലേസ് ഭയങ്കര രസമുണ്ട്. ഇറ്റ്സ് സോ പീസ്ഫുൾ. മക്കയിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് മക്ക മസ്ജിദ് എന്നുള്ള പേര് വന്നത്. ഒരേ സമയം 10,000 ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഉൾപ്പെടുന്നതാണ് മക്ക മസ്ജിദ്. മസ്ജിദ് നമുക്ക് ചാർമിനാർ കാണാൻ. അങ്ങനെ ദ വെരി ഫേമസ് മിലാൻ ജ്യൂസ് സെൻറ്ററിൽ നമ്മളെത്തി. ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ ഷാദൂദ് മലായി കഴിക്കാതിരിക്കും. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഷാദൂദ് മലായിയാണ് ട്രൈ ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് വൃത്തി കുറവുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ അവിടെ വന്ന സ്റ്റാഫൊക്കെ വായിൽ ഇങ്ങനെ കൈയൊക്കെ എനിക്ക് എന്തൊക്കെ ഭ്രാന്ത് പിടിക്കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ നമ്മളിത് ട്രൈ ആക്കാണ്ട് പോകും വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ, നമുക്കും കഴിച്ച് വെക്കാൻ നല്ല രീതിയിൽ സംഭവം ഓർഡറാക്കി. 120 റുപ്പീസാണ് ഇതിന് വന്നത് ഷാദൂദ് മലായിക്ക്. പിന്നെ യോഗേർട്ട് ഉണ്ടല്ലോ, ഈ ഫ്ലേവേർഡ് യോഗേർട്ട് ലസ്സിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്, കാരണം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. രസമുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചാർമിനാർ സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി ഗൈസ്. നല്ല നല്ല സാധനങ്ങൾ, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല, 100 റുപ്യൊക്കെ ഉണ്ടായില്ല, അവർ കുറച്ചിരുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കാണെങ്കിൽ ബാർഗെയിൻ ചെയ്ത് എന്തെങ്കിലും കുറച്ച് തരണം, എന്നാലാണ് സന്തോഷമുള്ളത്. അപ്പോൾ ഇതെനിക്ക് വിഷമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ സിനിമയിലൊക്കെ അഭിനയിക്കണ സീരിയലിലൊക്കെ ഉള്ള കൃഷ്ണകൃപേനെ കണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്, നല്ല സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ആൾ കേട്ടോ. എനിക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഇവിടുന്ന് ഇഷ്ടപ്പെട്ടത് എടുത്തോന്ന് ഉപ്പ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുറേ തപ്പി ലാസ്റ്റ് ഞാൻ ഈ കടയ്ക്ക് തന്നെ വന്ന് ഈ വള തന്നെ എടുത്തു ഗൈസ്.
ഗൈസ് ഇത്ര നേരം ഞങ്ങൾ ഊബറും പിന്നെ ലാസ്റ്റ് പ്രാവശ്യം ഒരു ഓട്ടോയും വിളിച്ചിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഹുസൈൻ സാഗർ ലേക്കിലേക്ക് ബസ്സിൽ പോകാൻ പോവാണ്. കാരണം നമുക്ക് ബസ്സും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് നമ്പർ 8 ആണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. What pulse? I could not see any pulse here. City is not clean. There is no traffic rules. There is no clean. There is no हैदराबाद में पूरा सिटी पूरा हैदराबाद में पूरा सिटी पूरा कंट्री से लगा जीते यहाँ पर आगे लगा नहीं जीते बाहर दूसरा सिटी आप नहीं देखा इसलिए पड़ता है. ഗൈസ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് രാത്രി കണ്ടിട്ടുണ്ട്. അടിപൊളി. യെസ് വിളക്കുണ്ടല്ലേ. ഇതൊരു ദീപമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ദ്വീപ് ഉണ്ടല്ലോ, അത് തെലങ്കാനയിലെ മാറ്റസ് മെമ്മോറിയലാണ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സീംലെസ് സ്റ്റെയിൻലെസ് സ്ട്രക്ചറാണിത്. ഗൈസ് ഫൈനലി നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. വെരി അടിപൊളി വ്യൂ. ബോട്ടിംഗ് ആണത് ഗൈസ്, രാത്രി ബോട്ടിംഗ് ആണത്. ഗൈസ് ഉമ്മാക്ക് ഐസ്ക്രീം വേണമെന്ന് ഉമ്മ പറഞ്ഞേ. അപ്പൊ ഉപ്പ ഉമ്മാക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പോവാ. ബട്ടർ സ്കോച്ച് എഗ് ഗൈസ്, ഒരു പൊട്ടിക്കണേ. ഉപ്പാക്ക് എന്തെങ്കിലും പറയണ്ടോ? അല്ലേ ഉമ്മ പറയണെന്താണോ തണുക്കുന്ന രസം ഗൈസ് ഞങ്ങള് പാനിപൂരി കഴിക്കാൻ പോവാണ്. ഈ ജന്തു പറയാണ് ഇവിടെ വൃത്തി നെഹി എന്ന് വെച്ചാൽ ഇവിടെ എല്ലാരും കഴിക്കണ കാണുന്നുണ്ട്. ഇവരൊക്കെ വൃത്തിൻ്റെ എനിക്ക് വേണം, ഞാൻ പറയില്ല. കഴിക്കൂല പറഞ്ഞ സജുനെ നിർബന്ധിപ്പിച്ച് കഴിക്കും. രസണ്ടാ? സൂപ്പറിന് ഉളുപ്പുണ്ട് എനിക്ക്. അതും എനിക്ക് തരാണ്ട് തിന്നാൻ പോണേരിക്കും. ഇല്ലേ എക്സ്പ്രഷൻ കാണാൻ ഞാൻ ചുമച്ച് തുപ്പി. എനിക്കിട്ടാ ചോർച്ച എത്ര കിട്ടി? കോഴിക്കോട് കിട്ടും എത്രയും പാനിപ്പൂരി 30 റുപ്യക്ക്. ടേസ്റ്റി വേണം, കുറച്ച് വൃത്തിയില്ലെന്നുള്ളൂ. നല്ല രസല്ലേ? ഹൈദരാബാദ് വന്നിട്ട് പിന്നെ എങ്ങനെ പാനിപ്പൂരി കഴിക്കാണ്ട് പോവാം. ഇപ്പൊ എന്തായി, സന്തോഷമില്ലേ? സജ്ജ കിട്ടി. ഞാൻ ഉണ്ടാക്കുന്ന ഇതിങ്ങാട്ടും ടേസ്റ്റ് ഉണ്ട്. അത് സത്യരിക്കൂട്ടാ, പക്ഷെ അത്ര പോരാ. ഭയങ്കര എരിവ്. പിന്നെ അതുമല്ല എന്താ സംഭവിച്ചു ഗൈസ്? കുഴപ്പമില്ല. അപ്പം കയ്യൊക്കെ അവൻ്റെ ഡ്രസ്സിന് കൈ ഫുള്ള് വെള്ളത്തിൽ മുക്കി. അതെ, അത്രയും ടേസ്റ്റിൽ അവൻ തനതായിട്ട് സ്നേഹം കൊണ്ട് നിർമ്മിച്ചതാണ് ഗൈസ്. വിയർപ്പ് കൊണ്ട് അയാളെ വേർപ്പാണത്. ഗൈസ് വി ആർ in front of Lumbini Park and we are waiting for Uber
We are going to our room.